ഞങ്ങളിങ്ങനെ ഇത് കഴിക്കാൻ പോവാണ്. ജീവനായിട്ടൊക്കെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ശ്മശാനത്ത് വെച്ച് കാണാല്ലേ, ഇല്ലെങ്കിൽ RIP പെട്ടിയിലായി ഇങ്ങനെ ഇരിക്കും. ഗൈസ് വാങ്ങുമ്പോളേ എനിക്കൊരു റോസാപ്പൂവെങ്കിലും കൊണ്ടുവരണേ പെട്ടിയിലൊക്കെ. ഗൈസ് പൊട്ടിക്കുവാണ്. ഫാൻ ഓഫ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻ ഇടാം. കഴിഞ്ഞാൽ പണി കിട്ടും. മീന് പുറത്തൊക്കെ പൊടിയുണ്ട്. കണ്ണൊക്കെ മാറ്റിക്കോ. എന്നെ മടുക്കുക. നല്ല പേടിയുണ്ട്. യെസ്, ഇതെന്നാ മൂത്ത പോലത്തെ ചോക്ലേറ്റ്. ഇതെന്താ മതിയോ? അതന്നെ ധാരാളം. എന്താവും എന്തിനാ എനിക്ക് കഴിച്ചിട്ട് വരുന്ന നല്ല ചോക്ലേറ്റിന്റെ മണാട്ടോ. അത് മനസ്സിലൊക്കെ പണി കിട്ടും. ഇത് തിന്നുമ്പോ അങ്ങനെ ടേസ്റ്റ് അല്ല. ഞാൻ ഈ ചോളച്ചിപ്പ് ചിപ്പല്ലേ, ഇത് ചോക്ലേറ്റ് അല്ലേ? കറക്റ്റ് ചോക്ലേറ്റ്. എന്തൊക്കെ കണ്ടെടുത്ത ചെറിയ പീസ് വരെ. മതി, എനിക്ക് പേടിയാ. ഇപ്പൊ ഒരുപോലെ ഇല്ല. ഏതാ ഇത്രയൊക്കെ കഴിക്കണം അഞ്ചു? എനിക്കറിയാൻ പാടില്ല. ഞാനൊരു പൊട്ട് ആദ്യം ഇത് കഴിച്ചു നോക്കിയാലോ, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. എനിക്ക് എന്നിട്ട് നമുക്ക് വീണ്ടും കഴിച്ചാ. ഇല്ലെങ്കിലേ ജീവൻ ഇനിയും ജീവിക്കണമെന്ന് പൂതിയുണ്ട് ഗൈസ്. ഇത്ര ധൈര്യമുള്ള ആൾക്കാരാ ഞങ്ങള്. കണ്ടില്ലേ? ഇത് നോക്കാം. എവിടൊക്കെ ഉണ്ട് തുണിയൊക്കെ അങ്ങനെ കഴിയേണ്ടി വരും. കുറച്ചെടുത്തോണ്ടെങ്കിലും ഭയങ്കര ഒരുപാട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഇത്തിരി സാധനം സ്മെല്ലൊക്കെ കറക്റ്റ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ച് കുട്ടികൾക്കൊന്നും എടുത്ത് കൊടുത്ത് വലിയ പീസ് കഴിച്ചിട്ട് അവിടെ നിൽക്കൂല. കൈ വരെ പോകുന്നുണ്ട്. അത് മുഴുവൻ നുണഞ്ഞില്ല. വായിലൊക്കെ പോയി. നല്ലൊക്കെ കാണിച്ചേ. നല്ല ഡിസൈൻ ഉണ്ട്. ചൂടൊക്കെ തട്ടിയിട്ട് എരിയുന്നു. ഞാൻ അവിടെ തട്ടിപ്പിച്ചില്ല. പക്ഷെ നമുക്കിത് ഓക്കെയാന്ന് തോന്നുന്നത്, സഹിക്കാൻ പറ്റും. അത് ഈ കുറച്ച് കഴിച്ചോണ്ടാണ്. കുറച്ചുകൂടെ തരട്ടെ. ഒറ്റ കുത്ത ചെറിയ പീസും കൂടെ, എന്നാലും ഇതിന്റെ എഫക്ട് വരുള്ളൂ. അതിലും പറ്റുന്ന ഫസ്റ്റ് തന്നെ ആ വലുത് കഴിച്ചാൽ മതി. അത് കഴിച്ചാൽ പിന്നെ നിൽക്കത്തില്ല. എത്ര തരട്ടെ? പിന്നെ എത്രയാ? ഇത് പതിപ്പതിയാക്കാം. കഴിക്കോ? ദൈവമേ, അവിടെ നാക്കല്ലേ. ബെഡ്ഷീറ്റ് മൊത്തം മാറ്റേണ്ടി വരും. കഴിക്കാം. ഇത്രയും ധൈര്യം നിനക്ക് എവിടെ? നിന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ ആരെ കൊണ്ട് പറ്റാൻ? കോൺഫിഡൻസ് ആണ് ഉള്ള കുട്ടികളൊക്കെ ചാടിക്കുന്നത്. ഞാൻ കഴിക്കേ കഴിക്കാം. 1 2 3 നീ കഴിക്കണം. എന്നെ പറ്റിക്കണം. കഴിക്കണം. 1 2 3 സ്റ്റാർട്ട്. ഒരു പീസും കൂടെ തട്ടെ. പറ്റും. ഇല്ല, പറ്റില്ല. എനിക്ക് അതേപോലെ ഒരു ചെറിയൊരു പീസും കൂടെ. ഇല്ല, ഈ ഇത്ര കഷ്ണം പോലെ കഴിച്ചിട്ടില്ല. നമ്മളതിന്റെ പകുതി കഴിച്ചിട്ടില്ല. എനിക്ക് വലിയ സീനില്ല. അതാണ് എന്റെ കാര്യം പോലെ. ഇത് മതി. ഇത്ര ഇല്ല മോളെ, പ്ലീസ്. നിന്നെ കൊണ്ട് പറ്റിയ പിന്നെ ആരെ കൊണ്ട് പറ്റാതാ? ഞാൻ പറയണില്ല. ഉള്ള കുടുക്കിക്കൊണ്ടല്ലേ ചാടിച്ചിട്ട്. ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ വയറ്റിൽ ചെറിയൊരു പോച്ച. മാനേജബിളാ. ആർക്ക്? എനിക്ക്. മോളെ നിനക്ക് കുഞ്ഞ് നീയൊക്കെ വല്ല ഞാനൊരു കുഞ്ഞെന്ന് പൊട്ടേന്ന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര മതി. ഇതാ ഞാൻ ഇത്ര കഴിക്കാം. ഇത്ര കഴിക്കും. വേറെ നല്ല പൊച്ചുണ്ട്.
ഇത് പിശാച് ഓരോരോ തന്ത്രങ്ങള് കൊണ്ടുവന്ന് നല്ലവരായ ആൾക്കാരെ വീഴ്ത്തുന്ന ട്രൈ ചെയ്യിച്ചാൽ വേറെ നല്ല പൊച്ചല. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, കഴിക്കാതിരിക്കാൻ നാവ് അത്ര എരിവില്ലല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് നാവിന് ഒരു ചെറിയൊരു ഇതുണ്ട്, പക്ഷെ എരിവില്ലല്ലോ എന്ന് വെച്ചാൽ വിഴുങ്ങി. അതിനും വലിയ പണിയായി. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഏരിയ മുഴുവൻ പുകഞ്ഞിട്ട് ഇങ്ങനെ ഒന്നുമല്ല, ആ ചെറിയ പീസ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങള് കീഴടങ്ങി നടക്കൂല മക്കളെ. ഞാനാണെങ്കിൽ അധികം എരിവൊന്നും കൂട്ടാത്തതാണ്. ഇതാ സ്പൈസിനെക്കാട്ടിലും സ്പൈസി ഒന്നുമല്ല, നമ്മളെ സ്പൈസി അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് താങ്ങാൻ? അയ്യോ ചത്ത്. ഇപ്പോഴൊരു ആശ്വാസമായിരുന്നു സത്യം പറഞ്ഞ. ആശ്വാസമില്ല. എനിക്ക് ആദ്യം എന്റെ ജീവൻ പോണ പോലെ ആയിരുന്നു. എന്റെ പൊന്നെ, ഇവിടെ എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോഴും ഉണ്ട് ഇവിടെ പുകയെന്ന്. നല്ല പോച്ച, വയറ്റ് പോച്ചലാ. എന്റെ പേടി അതൊന്നല്ല, നാളെ ഫാൻ എടുത്ത് പോകേണ്ടി വരുമോ? എനിക്ക് വയ്യ. അതിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ട്രൈ ചെയ്യണം. ആ പൂതി ഇതോടെ മാറി കിട്ടി. ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ഒരാളുണ്ടായിരുന്നേ. അയാളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. വളരെ ഞാനിത് വേണമെന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, കഴിച്ചു നോക്കണമെന്ന്. പക്ഷെ അത് മേടിക്കാൻ ഇത്രയും പ്രചോദനം തന്ന ഒരാളുണ്ട്. കാണുമായിരിക്കും വീഡിയോ. അങ്ങനെ എന്റെ മുന്നിൽ കിട്ടിയ. അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അയ്യോ. പിന്നെ ഇത് വാങ്ങി തന്ന സ്പോൺസർ ചെയ്ത മോബിനും താങ്ക്സ്, വളരെ നന്ദി. എനിക്ക് വയ്യ ഗൈസ്. എനിക്കൊരു കാര്യം പറയണം. ആദ്യം കഴിക്കുമ്പോൾ കുറച്ച് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് ഇത്ര എരിവുള്ളൂ, സാരല്ല, സീനില്ല, ഇനി കഴിച്ചേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ലോഡ് എടുത്ത് കഴിച്ചാൽ 8 ഇട്ട് പണി കിട്ടും. ഇത് പയ്യാണ് ഇതിന്റെ എന്താ പറയാ എരിവ് നമുക്ക് അറിയാൻ സാധിക്കുക. എനിക്ക് വയ്യ. എനിക്ക് കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞു, പക്ഷെ സമയം കഴിയുന്തോറും കൂടി വരുമോ അതിന്റെ എഫക്ട്. സ്കില്ലിങ്. ഇതൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നത് എന്റെ ഫേവറേറ്റ് സാധനം. അപ്പൊ ഇനി ആസ്വദിക്കാൻ പറ്റൂ. പെട്ടെന്ന് വലിച്ചു വാരി തിന്നാനാ തോന്നണേ. കുളിരുന്നു. ഗൈസ് വേറെ എന്തൊരു ചലഞ്ചാ. ഇനി എന്ത് ചലഞ്ചായിട്ട് വരണം നിങ്ങൾ പറഞ്ഞു. ഈ എരിവും മസ്റ്റായിട്ടൊന്ന് മാറ്റി പിടിക്കണം. ഞങ്ങൾക്ക് വയ്യ. അടുത്ത ചലഞ്ചായിട്ട് വീണ്ടും കാണാം. എരിവോ? നല്ല എരിവാ. അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ചോക്ക്. ക്യാന്താരിയൊക്കെ അവിടെ ഇരിക്കുന്നു. ക്യാന്താരി എപ്പടി ഇருக்கு? ഇതുണ്ടോ, ഗ്ലാസ് പോലും എടുക്കാൻ ടൈം വന്നില്ല, അപ്പൊ തന്നെ എടുത്തു അകത്തേക്ക്. എങ്ങനെയുണ്ട്? കഴിച്ചത് പുള്ളി കഴിക്ക്. തങ്ങൂല. കളിയില്ല കഴിക്കണോ, അത് കഴിക്കണോ. ഇത്ര കഴിക്കാൻ പറ്റുള്ളൂ. അതന്നെ ഞങ്ങള് മേടിച്ചതാ. അത്ര കഴിക്കാൻ പറ്റുള്ളൂ. നിസ്സാരം. എന്നാ മറ്റേതും കൂടി കൊടുത്തേ. ചെറിയ പീസും കൂടെ ആണോ? കൊടുത്തേ. അതെ, കാന്താരിക്ക് എവിടെ നിക്കുന്നു? ഇതിനെന്തുവാണ്? വികാരമില്ലാത്ത ജീവിയാണ്. വികാരമില്ലാത്ത ജീവി. നേരത്തെ സോപ്പിട്ട് കഴിയോ? ചോദിച്ചു മേടിച്ചതാ. അതെ ഒട്ടുമില്ല. എന്നിട്ടിപ്പോ എന്താ കുടിക്കണേ? ഇതെന്താ? ബൂസ്റ്റ്. അയ്യോ നല്ല സുഖമില്ലേ?
കണ്ണു നിറഞ്ഞു. കണ്ണു നിറഞ്ഞു. അയ്യോ പാവ, അയ്യോ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ പറ്റും. എന്താ പറ്റിയതാ ഗ്രേസ? 3 വട്ടം ട്രൈ ചെയ്തതാ, വേണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ഫ്ലോയിലൊക്കെ ചെയ്തു പോയ. ആളാവാൻ നിന്നതാ അവള്. അല്ലല്ല, മുത്തോള് ചെയ്യുന്ന കണ്ടിട്ട് ആളാവാൻ നിന്നാ. ഇല്ല, കഴിച്ചപ്പോ വീണ്ടും കഴിക്കാൻ ഒരു പൂതി. ആ പൂതി ഇപ്പൊ മാർക്കറ്റ്.